ഹലോ, ഇത് ഓഗസ്റ്റ് 14 എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം 15 നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ 14 രാവിലെ തന്നെ ശമ്പുട്ടൻ സ്കൂളിൽ പോയ പാടെ ഞാൻ കേക്കിലേക്ക് കയറി. കേക്ക് കുറച്ചധികം ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ്. ഒരു ആൽമണ്ട് വാനില കേക്കും ഒരു ചോക്കോ കുക്കി കേക്കും കൂടിയാണ് ഉണ്ടാക്കിയത്. ഒരേ മോൾഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നടുക്കൊരു സെപ്പറേഷൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ ലോഫ്റ്റിലുണ്ടാക്കിയ ഒരു ബ്രെഡ് ലോഫിലുണ്ടാക്കിയ ഒരു ഫീല് കിട്ടും. നമുക്ക് പീസസായിട്ട് മുറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ശമ്പൂനും പ്രജിക്കൊക്കെ കഴിക്കാമല്ലോ. അതായത് ശമ്പൂട്ടന് ഇഷ്ടപ്പെട്ടത് വാനില ഫ്ലേവറും പ്രജിയുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റുമാണ്. അതുകൊണ്ടാണ് കേട്ടോ രണ്ടും ഉണ്ടാക്കിയത്. പിന്നെ ഇന്നത്തെ ഓർഡറിനുള്ള കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി ശമ്പൂട്ടന് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ നമുക്കിതിലെ 2 എണ്ണം കൊടുക്കണം. അപ്പോൾ ഒന്ന് നമ്മുടെ ഫ്രണ്ട് രശ്മി ചേച്ചിയുടെ മോൻ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് അത് വൈകുന്നേരം കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് പോകുന്ന വഴിക്ക് മോനെ കൂട്ടാൻ പോകുമ്പോൾ കൊടുത്തേക്കാമെന്ന് കരുതി. അത് വാൻചോ കേക്കാണ്. രണ്ടാമത്തേത് ഇത് ചോക്കോ ആൽമണ്ട് കേക്കാണ്. ഇത് നമ്മുടെ സൗമ്യേച്ചി പോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞിരുന്നുവല്ലോ, ട്രാൻസ്ഫർ ആയി പോകുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ വക ഒരു കുഞ്ഞ് സമ്മാനമായിട്ട് കേക്ക് ഞാൻ കൊണ്ട് കൊടുത്തു കേട്ടോ. തിരിച്ച് വരുന്ന വഴി ശമ്പൂട്ടനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആഘോഷമായിട്ട് കുറേ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കുട്ടികൾ വന്നിട്ടുണ്ട്. അതൊക്കെ വന്ന പാടെ കാണിച്ചു തരാണ്. ശമ്പൂട്ടിൻ്റെ എല്ലാ ക്രാഫ്റ്റും സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത് നമ്മൾ വീട്ടിലൊരു സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും പിന്നെ കാണിക്കാം കേട്ടോ. പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബാക്കി കേക്കിൻ്റെ പരിപാടി വേറെ ഓർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്തു, എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജെല്ലാം കാലിയാക്കി ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ആ 2 കേക്ക് നമ്മൾ ആദ്യത്തെ 2 കേക്ക് കൊടുത്തപ്പോൾ പിന്നെ ബാക്കിയെല്ലാം ക്ലീനാക്കി ഇനി വരാനുള്ള 2 കേക്കും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. കാരണം നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മില്ലിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിരുന്ന 10 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും മില്ലിൽ നിന്ന് എണ്ണയൊക്കെ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കുപ്പിയെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് സെറ്റാക്കി വെക്കുമല്ലോ നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ശമ്പൂട്ടൻ അവിടെ കുപ്പി കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ചേച്ചി പായസവും ലഡ്ഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ അപ്രതീക്ഷിതമായിട്ട് അഞ്ജുവിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും എത്തിപ്പെട്ട് അങ്ങനെ അവിടുന്ന് അഞ്ജു സ്നാക്സൊക്കെ തന്നു. അവിടുന്ന് തന്നെ അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന് പായസമൊക്കെ തന്ന് ലഡ്ഡു ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടി കേട്ടോ. അപ്പം നമ്മൾ 2 പേരും 3 പേരും അവിടെ എത്തുമ്പോൾ ബാക്കി എല്ലാവരോടും അങ്ങോട്ട് എത്താൻ പറയും. എല്ലാവരും മുറ്റത്ത് തന്നെയല്ലേ താമസിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കി എൻ്റെ ഉണ്ടായിരുന്ന കേക്കും കൂടെ സെറ്റാക്കി വെച്ചു. ഇത് ശരിക്കും 2 ദിവസം കഴിഞ്ഞുള്ള ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുന്നതിന് മുമ്പേ സെറ്റാക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ശമ്പൂട്ടൻ കുറച്ച് കളിയൊക്കെ ആയിരുന്നു. ഞാൻ ആ സമയത്തിന് വീടും ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ ക്ലീനാക്കി അടിപൊളിയാക്കി വെച്ചു. കാരണം നാളെ നമുക്ക് ഉച്ചയോടുകൂടിയാണ് പോകേണ്ടത്. പക്ഷേ നാളെ നമ്മളൊന്നും ഫുഡ് ഉണ്ടാക്കില്ല. കാരണം നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് എത്തിച്ചു തരും. പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തിന് ശേഷം ഞാൻ പ്രജീനെ നാളെയാണ് കാണാൻ പോകുന്നത്. ഞാനും ശമ്പൂട്ടനും കൂടെ ആണ് ഇവിടുന്ന് ആൻഡമാനിൽ നിന്ന് ചെന്നൈക്ക് പോകുന്നതും. ചെന്നൈയിൽ വെച്ചിട്ട് പ്രജിനെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ശമ്പൂട്ടൻ അറിയില്ല. അവന് അച്ഛൻ നാട്ടിലാണ്. നാട്ടിൽ വന്നിട്ട് അവിടുന്ന് മീറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചു പോകുന്നത്. അതെ അതെ എന്തേ ഉറങ്ങണപ്പാ. നാളെ നാട്ടിൽ പോകണ്ടേ? നാളെ നാട്ടിൽ പോകണ്ടേ? കേരളയില് കേരളയിൽ. അപ്പോൾ അങ്ങനെ ശമ്പൂട്ടൻ ഉറങ്ങി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്